ഹായ് ഹലോ ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കി കഴിക്കാൻ പോകുന്നത് ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് ആണ് കേട്ടോ. വെയിറ്റ് കൂട്ടുന്ന ആഹാരങ്ങളൊക്കെ നമ്മൾ കഴിക്കാറുണ്ട്. എത്ര കഴിക്കേണ്ടതെന്ന് വിചാരിച്ചാലും അതൊക്കെ നമുക്ക് പറ്റിപ്പോവാറുണ്ട് അല്ലേ? ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ്. വെയിറ്റ് എൻ്റെ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് എങ്കിലും നമ്മൾ പ്രതീക്ഷിച്ച അത്രയും കുറഞ്ഞിട്ടില്ല. അതായത് നമുക്ക് എത്രത്തോളം ആണ് ആക്ച്വൽ വെയിറ്റ് വേണ്ടത് അത്രയത്തേക്ക് എന്താണെങ്കിലും എത്തിയിട്ടില്ല. ഇപ്പോൾ ചിലരൊക്കെ നമ്മളെ കാണുമ്പോൾ പറയാറുണ്ട് ക്ഷീണിച്ചു പോയല്ലോ എന്നുള്ളത്. പക്ഷേ അത് സ്നേഹം കൊണ്ടാണെന്ന് കരുതിയാൽ മാത്രം മതി. എന്നാലേ നമ്മുടെ വെയിറ്റ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഡ്രിങ്ക് വെയിറ്റ് കുറയ്ക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഇത് നമ്മുടെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുക കൂടി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഡബിൾ ബെനിഫിറ്റ് ഉള്ള ഒരു ഡ്രിങ്കാണിത്. ഞാനൊരു ടീസ്പൂൺ അളവിൽ ഉലുവ എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അതൊന്ന് സോക്ക് ചെയ്യുക. ഒരു അരമണിക്കൂർ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. അപ്പോൾ ഉലുവ ദഹനത്തിനൊക്കെ വളരെ നല്ലതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ മെറ്റബോളിസം വർദ്ധിപ്പിച്ച് കൊഴുപ്പിനെയൊക്കെ വേഗത്തിൽ ഉരുക്കി കളയാനായിട്ട് സഹായിക്കുന്നതാണ്. അതുവഴി നമ്മുടെ ശരീരഭാരം കുറയ്ക്കുന്ന ഒരു പ്രക്രിയയാണ് നടക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ ബ്ലഡ് ഷുഗർ കുറയ്ക്കാനും ഒക്കെ നമ്മുടെ ഉലുവ വളരെ നല്ലതാണ്. ഉലുവ നമ്മൾ ഉപയോഗിക്കുന്ന വഴി വിശപ്പ് കുറയ്ക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതൊരു വയറ് നിറഞ്ഞൊരു ഫീല് തരുന്നുണ്ട്. കുടവേറ് കുറയ്ക്കാനായിട്ട് ഇത് നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഞാനൊരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഉലുവയും വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം അര ഗ്ലാസ് വെള്ളമാണ് ചേർത്തത്. പിന്നെ നമ്മൾ 1.5 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട് അടപ്പത്ത് വെക്കുക. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനൊക്കെ പ്രചോദനം. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഒന്ന് സെലക്ട് ചെയ്യുക. അതേപോലെ തന്നെ താഴെ ഒന്ന് ഹായ് എന്ന് കൂടി കമൻറ്റ് ചെയ്യുക. എന്നാലേ നിങ്ങൾ വീഡിയോയിൽ വന്നു എന്ന് ഞാൻ അറിയുള്ളൂ. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് 2 തണ്ട് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയാണ്. വിഷമൊന്നും അടിക്കാതെ നല്ല നമ്മുടെ വീട്ടിലുണ്ടായ കറിവേപ്പിലയാണ് കേട്ടോ. അപ്പോൾ അത് 2 തണ്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്തിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ കറിവേപ്പിലയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളൊക്കെ ഉണ്ട്. ഇത് ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുകയും ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ഒക്കെ ചെയ്യും. ചീത്ത കൊളസ്ട്രോൾ അളവ് നമുക്ക് കുറയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത്. അത് കുറയ്ക്കാനായിട്ട് നമ്മൾ കറിവേപ്പില കഴിക്കുന്നത് നല്ലതാണ്. അത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ കൂട്ടുന്ന കാര്യമാണ് ചീത്ത കൊളസ്ട്രോൾ അല്ലേ. അപ്പോൾ നമ്മൾ കറിവേപ്പില കഴിക്കുന്നത് വഴി അത്തരം പ്രശ്നങ്ങൾ തടയുന്നുണ്ട്. അതുപോലെ തന്നെ ചില പഠനങ്ങൾ പറയുന്നത് നല്ല കൊളസ്ട്രോളിൻ്റെ അളവിൽ കൂട്ടാൻ കൂടി സഹായിക്കുമെന്നുള്ളതാണ്. ഇതിൽ ധാരാളം വൈറ്റമിനുകളും അതേപോലെ തന്നെ പോഷകങ്ങളും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് മാത്രമല്ല മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും കരളിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ, കരളിനെ സംരക്ഷിക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ കറിവേപ്പില കഴിക്കുന്നത്. മോരിലൊക്കെ അരച്ച് ചേർത്തൊക്കെ കഴിക്കുന്നതും വളരെ നല്ലതാണ്. അപ്പം നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്ത് കുറച്ച് സമയം തണുക്കാനായിട്ട് വെച്ചു. അതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു അല്പം നാരങ്ങ നീര് കൂടി ചേർത്തിട്ട് കുടിക്കാവുന്നതാണ്.